ഗായ്സ്, അപ്പം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ മാസം ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്തിരുന്നു. ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇട്ടത്. വേറെ പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെർംഡോക്കിൻ്റെ അൺട്രാൻസ്പ്രേയുടെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടാകും, ചേച്ചി അതിൻ്റെ അപ്ഡേഷൻ കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ അന്ന് പറഞ്ഞിരുന്നു 4 വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അപ്ഡേഷൻ തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം കേട്ടോ, കാണാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ അൺട്രാൻസ്പ്രേഡ്, അതായത് 5% ഗ്ലൈക്കോളിക് ആസിഡ് ആണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് റിവ്യൂ പറയുന്നുണ്ടെങ്കിൽ ഞാനിത് അൺട്രാംസിലല്ല കേട്ടോ യൂസ് ചെയ്തത്. ഞാൻ എൻ്റെ നെക്കിലാണ് ഞാൻ യൂസ് ചെയ്തത് കേട്ടോ. കാരണം എൻ്റെ നെക്ക് കുറച്ച് പിഗ്മെൻറ്റേഷൻ ഉണ്ട്. എൻ്റെ നെക്കിൽ പിഗ്മെന്റേഷൻ ഉണ്ട്. അപ്പം ഞാനിത് യൂസ് ചെയ്തിരുന്നത് അൺട്രാംസിലല്ല, ഞാൻ നെക്കിലാണ് യൂസ് ചെയ്തിരുന്നത്. നിങ്ങൾ ആരെങ്കിലും ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാങ്ങിക്കണമായിരിക്കും കൂടുതൽ നല്ലത്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണോ വാങ്ങിക്കണോ എന്ന് കേട്ടോ. അപ്പം ഇതിനകത്ത് ഞാൻ എങ്ങനെ യൂസ് ചെയ്യണേന്നും അതുപോലെ തന്നെ എനിക്ക് എന്താണ് എൻ്റെ റിസൾട്ട് കിട്ടിയെന്നും എൻ്റെ ആദ്യത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാനത് കാണിക്കണം കേട്ടോ. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അവർ പറഞ്ഞേക്കണത് 5% ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റൻ ആക്കും, നമ്മുടെ ഡിസ്കളറേഷൻ മാറ്റും, അങ്ങനെയൊക്കെയാണ് ഇത് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇത് ഓൾ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അൺട്രാമിൽ മാത്രമല്ല നമ്മുടെ കൈമുട്ട്, കാൽമുട്ട്, പിന്നെ തലയിൽ നമ്മുടെ ഡാൻഡ്രഫിനൊക്കെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞേക്കണം. അപ്പം ഞാൻ ഡാൻഡ്രഫിനൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്തേക്കുന്നത് എൻ്റെ നെക്കിൽ മാത്രമാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് കൊടുത്തേക്കണത് 325 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് പറഞ്ഞേക്കുന്നത് കേട്ടോ. പക്ഷേ ഇത് 325 രൂപയല്ല, പർപ്പിളിൽ ഓഫറിൽ 200 സംതിങ്ങിന് നമുക്കിത് കിട്ടും കേട്ടോ. 200 ചില സമയത്ത് അത് 250 അങ്ങനത്തെ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ, പർപ്പിളിൽ മാത്രം. അപ്പം നിങ്ങൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ പ്രൊഡക്റ്റ് പർപ്പിളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. വേറെ ആമസോൺ അതുപോലെ തന്നെ ഫ്ലിപ്പിലൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചിട്ട് വാങ്ങിക്കണമായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. കാരണം ഞാൻ ജസ്റ്റ് ഒരു സ്പ്രേ ടൈപ്പ് പോലെയാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ക്യാപ്പ് ഇങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ് അപ്ലൈ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്ന് അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിലേക്ക് തന്നെ അബ്സോർബായിട്ട് പോകട്ടോ. അപ്പം ഞാനിത് ഒരു ബോട്ടിൽ കറക്റ്റ് ഞാൻ യൂസ് ചെയ്ത്, പിന്നെ സെക്കൻഡ് ബോട്ടിലാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത്. സെക്കൻഡ് ബോട്ടിൽ അത് ഏകദേശം ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ യൂസ് ചെയ്തിട്ട്. എനിക്കത് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പം ഇതിൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്ര ആയിട്ടുണ്ട് യൂസ് ചെയ്തിട്ട്. ഇനി ഇതിൻ്റെ കറക്റ്റ് റിവ്യൂ പറയുന്നുണ്ടെങ്കിൽ എനിക്കിത് യൂസ് ചെയ്തിട്ട് വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നണില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും കണ്ട എൻ്റെ കഴുത്തിൽ എന്തെങ്കിലും പിഗ്മെൻറ്റേഷൻ കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നണുണ്ടായി യൂസ് ചെയ്തിട്ട്. ഞാനിത് കറക്റ്റ് എല്ലാ ദിവസവും യൂസ് ചെയ്തത്. അപ്പം ഞാൻ എങ്ങനെ യൂസ് ചെയ്തേക്കണേ കൊണ്ട് കാണിച്ചു തരാം. അതുകൂടെ ഇത് ഞാൻ ഡയറക്റ്റ്ലി യൂസ് ചെയ്യണേക്കാളും മുന്നേ ഞാൻ വേറൊരു രീതിയിൽ സ്ക്രബും കൂടി ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം കുറച്ചും കൂടി സ്ക്രബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റ് കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്ക്രബ് ചെയ്തിട്ട് അതിന് ശേഷമാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കൂടി നിങ്ങൾക്ക് ഉൾപ്പെടുത്തി കാണിച്ചു തരാം. ഞാനിത് എങ്ങനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യണതിനെ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് വർക്ക് ആവോ ഇല്ലേ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് 1 മാസത്തിൽ കൂടുതലായി യൂസ് ചെയ്യുന്നത്. 1 മാസത്തിൽ കൂടുതലായി യൂസ് ചെയ്യണം. പക്ഷെ എന്നിട്ട് പോലും എനിക്ക് ഇതിനകത്തൊരു വ്യത്യാസം പോലും, ഇതിപ്പോൾ കുറച്ചും കൂടി നമുക്ക് പിഗ്മെൻറ്റേഷൻ ഉള്ള പോലെ തോന്നിക്കും. അതെനിക്ക് തോന്നുന്നു ഈ ലൈറ്റിലാണ് തോന്നിട്ട്. നമ്മുടെ നോർമൽ വെട്ടത്തിൽ പോകണമെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി ഉണ്ടാവുള്ളൂ പിഗ്മെൻറ്റേഷൻ. ഇങ്ങനെ നോക്കുമ്പോൾ നന്നായിട്ട് ഡാർക്ക് ഉള്ള പോലെ തോന്നും. പക്ഷെ ഇത്രയും ഡാർക്ക്നെസ് ഇല്ല, കുറച്ചുള്ളൂ.
അപ്പം ഞാൻ ഇതിൻ്റെ വർക്കാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് ജെനുവിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിത് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു വ്യത്യാസം പോലും എനിക്ക് കണ്ടിട്ടില്ല കേട്ടോ. പിന്നെയും എനിക്കൊരു ഇത്തിരിയെങ്കിലും ലൈറ്റ് ആൻഡ് തോന്നിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു സ്ക്രബും കൂടി ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റും കൊണ്ടാണ് കുറച്ചും കൂടി എനിക്ക് ഇച്ചിരി ഒരു ബ്രൈറ്റ്നസ് പോലെ തോന്നിയത്. അല്ലാണ്ട് വേറെ ഒരു രീതിയിലുള്ള വ്യത്യാസം ഈ സംഭവം യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ഇതിനെക്കുറിച്ച് ഒരുപാട് ഇങ്ങനെ ഹൈപ്പ് കൊടുത്ത് പറയുന്നുണ്ട്. നമ്മുടെ ഡാർക്ക് ആൻഡ് ഡ്രംസ് റിഡ്യൂസ് ചെയ്യും, സ്കിന്നൊക്കെ ലൈറ്റനായി, അതുപോലെ തന്നെ ഡാൻഡ്രഫ് മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് സ്പോൺസേഡ് വീഡിയോ ആണെന്ന് തോന്നുന്നത് കേട്ടോ. ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചത് കൊണ്ടാണ് ഞാൻ ജെന്യുവൻ ആയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് പറയണേട്ടാ, റിവ്യൂ പറയണത്. അപ്പോൾ അവർ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവർക്ക് സ്പോൺസേഡ് വീഡിയോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും നമുക്ക് ആ പ്രൊഡക്റ്റിനെ കുറ്റം പറഞ്ഞ് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞേട്ടാ. അപ്പോൾ എനിക്കിത് ജസ്റ്റ് വർക്കായില്ല. പിന്നെ പറയാനുള്ളത് ചിലവർക്ക് ചിലപ്പോൾ വർക്കായിട്ടുണ്ടായിരിക്കും. കാരണം ഇപ്പോൾ ഒരു നേരിയ രീതിയിലൊക്കെ ഉള്ളൊരു പിഗ്മെൻറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം കണ്ടിരിക്കും. പക്ഷെ നല്ല പിഗ്മെൻറ്റേഷൻ ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇത് വർക്കാവില്ല, 100% വർക്കാവില്ല. എന്താ ജെന്യുവനായിട്ട് പറയുകയാണെങ്കിൽ വർക്കാവില്ല. അപ്പം ഞാനിപ്പോൾ ഒരു ഫോട്ടോ കാണിച്ചത് ഞാൻ യൂസ് ചെയ്യണേക്കാൾ മുൻപ് ഞാൻ എടുത്ത് വെച്ച ഫോട്ടോസ് ഉണ്ട്. അതിന് കഴിഞ്ഞിട്ടുള്ള ശേഷമുള്ള ഫോട്ടോസും ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചു തരട്ടെ. അപ്പോൾ എനിക്ക് ഒരു ഷെയ്ഡ് ഒരു ഇത്തിരിയൊക്കെ എനിക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നത് ഞാൻ ആ സ്ക്രബും കൂടി ചെയ്തുകൊണ്ടാണ് എനിക്ക് ആ വ്യത്യാസം വന്നതെന്ന് തോന്നുന്നുണ്ട്. അല്ലാണ്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് മാത്രമായിട്ടല്ല എനിക്ക് അങ്ങനെ വന്നേക്കണേട്ടാ. പിന്നെ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാട്ടെ. പക്ഷെ ഞാൻ ഒരാൾക്കും വേണ്ടി ഇത് റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. കാരണം ഇതുകൊണ്ട് നമുക്ക് വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിലും ഭേദം നമുക്ക് എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ വല്ല പാക്കോ സ്ക്രബോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 ഷെയ്ഡ് നമുക്കത് ബ്രൈറ്റനാക്കി എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമുക്ക് ഈ വെറുതെ ഈ 385 രൂപയൊക്കെ കൊടുത്തിട്ട് ഇത് വാങ്ങിക്കണേക്കാൾ നല്ലത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമായിരിക്കും നല്ലത് കേട്ടോ. ഇനി ആൾക്കാർ കമന്റ് ചെയ്യും വേറെ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയാലോ, ചേച്ചിക്ക് മാത്രമാണ് റിസൾട്ട് കിട്ടാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വിശ്വസിച്ചു. എനിക്ക് ഒരാളെയും അടിച്ചേൽപ്പിച്ചത് വാങ്ങിക്കണമെന്നോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നല്ലത് പറയിപ്പിക്കണമെന്നോ എനിക്കില്ല. കാരണം എനിക്ക് ഒരാൾ സ്പോൺസേർഡ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നേക്കണതല്ല, എൻ്റെ സ്വന്തം പൈസ കൊടുത്തിട്ട് ഞാൻ വാങ്ങിച്ച സാധനമാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ജെന്യുവൻ ആയിട്ടുള്ള റിസൾട്ട് കേട്ടോ. പിന്നെ ഇത് ഡാൻഡ്രഫിനൊക്കെ യൂസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. ഇനി വേണമെങ്കിൽ അങ്ങനെ എനിക്ക് ഡാൻഡ്രഫ് കുറച്ചൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കിയിട്ട് മാറില്ലെന്ന് നോക്കാം. അതിനെ മാത്രം ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചേഞ്ചും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്തേക്കട്ടെ. അപ്പോൾ വേറെ ആരെങ്കിലും വാങ്ങിക്കാനിരിക്കണമെങ്കിൽ അവർക്കും കൂടി ഹെൽപ്പ് ആവുമല്ലോ. ചിലപ്പോൾ എൻ്റെ സ്കിൻ ടോണിലായിരിക്കും ഇത് ചേരാത്തതും, വേറെ ആൾക്കാരുടെ സ്കിൻ ടോണിൽ ചിലപ്പോൾ ഇത് ചേരുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ഞാനൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല അത്. അപ്പം ഞാൻ ഇത് മസ്റ്റായിട്ട് വാങ്ങിക്കണമെന്നൊന്നും ഞാൻ ഒരാളുടെ അടുത്ത് പോലും പറയില്ല കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ പൈസയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാം, ഇല്ലെങ്കിൽ വാങ്ങിക്കണ്ട കേട്ടോ. അപ്പം ഇത്ര ഉള്ളൂ കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പം എനിക്കിത് വർക്കായില്ല. അപ്പോൾ വർക്കായ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.